spiritual warfare ഈ രാത്രിയിലൂടെ സംഭവിക്കാൻ പോകുന്നു. कुछ मिनट अन्य भाषा बोलकर इस संदेश को ग्रहण कर ले. कुछ देर आत्मिक युद्ध यहाँ पर हो रहा है. ഒരു ആത്മയുദ്ധം ഇന്ന് രാത്രി ഇവിടെ നടക്കും. एक आत्मिक युद्ध यहाँ पर होगा. അത് ഈ രാജ്യം മുഴുവൻ ചലിക്കുന്ന ഒരു ആത്മയുദ്ധം ഇന്ന് രാത്രി ഇവിടെ നടക്കാൻ പോകുന്നു. राज्य में चलित होने वाला आत्मिक युद्ध आज की रात्रि यहाँ पर हो रहा है. ദേശത്തെ പിടിച്ചു വച്ചിരിക്കുന്ന, രാജ്യങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന, ജനങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന ഇരുട്ടിന്റെ കെട്ടുകളോട് ഞങ്ങൾ പറയുന്നു, നീയല്ല അധികാരി, യേശുവാണ് അധികാരി. देशों को, राज्य को पकड़ कर रखने वाली अंधकार की शक्तियों से हम कहते हैं, तू नहीं, यीशु है अधिकारी. ഇന്ന് രാത്രി ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൈശാചിക ചില കെട്ടുകൾ ഈ വചനത്താൽ പൊട്ടുന്നു. യേശു പറയുന്നു, എന്റെ കയ്യിലിരിക്കുന്നു സ്വർഗത്തിന്റെ ഭൂമിയുടെയും അധികാരം. और जब ये बातें बोल रहे हैं, इस समय कुछ शैतानिक बंधन खुल रहे हैं. यीशु ने कहा, स्वर्ग और भूमि का अधिकार मेरे पास है. അതുകൊണ്ട് ദൈവത്തിന്റെ അഭിഷക്തരായി ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, വിടുക, ജനത്തെ വിടുക. इसलिए प्रभु के अभिषेक हम एक साथ मिलकर कह रहे हैं, छोड़ दो लोगों को, छोड़ दो. യേശുവിന്റെ കയ്യിലാണ് അധികാരം. यीशु के पास अधिकार है. യേശുവിന്റെ കയ്യിലാണ് അധികാരം. यीशु के पास अधिकार है. മറ്റാരുടെയും കയ്യിലല്ല അധികാരം. और किसी के पास अधिकार नहीं. ഇന്ത്യ യേശുവിന്റേതാണ്. भारत यीशु का है. ഭാരതം യേശുവിന്റേതാണ്. भारत यीशु के लिए है. കൈകളെ ഉയർത്തി അതൊന്ന് പ്രഖ്യാപിച്ചോട്ടെ. हाथों को उठाकर जोर से बोले. കൈകളെ വീശി ഹല്ലേലൂയ. हाथों को हिलाते हुए बोले हालेलुया. എന്നിട്ട് യേശു പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടുക. इसलिए उसके बाद यीशु कहता है, इसलिए तुम जाओ. നിങ്ങൾ പുറപ്പെടുക. तुम जाओ. ഈ ദിവസങ്ങളിൽ ഒരു പുറപ്പാടിന്റെ സമയമായിരിക്കുന്നു. इन दिनों में एक जाने का समय आ चुका है. നിങ്ങൾ പുറപ്പെടുക. तुम जाओ. നിങ്ങൾ പുറപ്പെട്ട സുവിശേഷം പറയുക. तुम जाकर सुसमाचार बुलाओ. ആമേൻ. രോഗികളെ സൗഖ്യമാക്കുക. बीमारों को चंगा करो. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക. मृतों को जिंदा करो. ഭൂതങ്ങളെ പുറത്താക്കുക. दुष्टात्माओं को बाहर निकालो. ആമേൻ. സ്നാനപ്പെടുത്തുക. बपतिस्मा दो. സഭയിലേക്ക് ജനത്തെ കൊണ്ടുവരിക. कलीसिया में लोगों को ले आओ. കൊണ്ടുവരിക. ले आओ. വരാമോ എന്നല്ല, आएगा कि नहीं ये नहीं. വരിക. ले आओ. വിടുവിക്കുക. छुड़ाओ. വിടുവിക്കാമോ എന്നല്ല, छुड़ाओगे क्या ये नहीं. വിടുവിക്കുക. छुड़ाओ. രോഗിയുടെ മേൽ കൈവെക്കുക. रोगी के ऊपर हाथ रखो. പ്രാർത്ഥിക്കാനല്ല, प्रार्थना करने में സൗഖ്യമാക്കുക. चंगे करो. നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ച് സൗഖ്യമാക്കാനാണ് പറയുന്നത്. रोगियों के ऊपर हाथ रखो और वो चंगा करो. പ്രാർത്ഥിക്കാനല്ല പറയുന്നത്. प्रार्थना करने को नहीं. ഇന്ന് രാത്രിയിൽ ഈ വചനം വിശ്വസിക്കുക. നീ കൈവെക്കുമ്പോൾ പ്രാർത്ഥനയല്ല, സൗഖ്യങ്ങൾ നടക്കാൻ പോകുക. आप जब प्रार्थना करेंगे विश्वास कीजिए. आप जब हाथ रखेंगे विश्वास कीजिए. प्रार्थना नहीं हो रही, चंगाई हो रही है. നിങ്ങൾ ചെയ്തു. आप करो. നിങ്ങൾ ചെയ്തു. आप करो. നിങ്ങൾ ചെയ്തു. आप करो. ഈ ദിനങ്ങൾ നിങ്ങൾ പുറപ്പെട്ടു. और इन दिनों जाओ. അവൻ കർത്താവ് നിങ്ങളെ അയക്കുകയാണ്. वो आपको भेज रहा है. ഈ ടെന്റ് റിവൈവൽ ഇവിടെ തീരത്തില്ല. ഇതൊരു ഉണർവായി ദേശങ്ങളിലേക്ക് പോകും. ये टेंट रिवाइवल यहाँ तक नहीं हो रहा, ये देशों में फैलेगा. അഭിഷേകം ഒരിടത്ത് ഒതുങ്ങാനുള്ളതല്ല. അഭിഷേകം നിങ്ങളെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കാനുള്ളതാണ്. अभिषेक एक जगह दबा नहीं रहेगा, ये संसार के अंत तक तुम्हें भेजने के लिए. ഇവിടെ നിന്ന് വലിയ പുറപ്പാടുകൾ നടക്കുന്നു. और यहाँ से बड़ा निर्गमन हो रहा है. നിങ്ങൾക്കറിയാമോ ഈ ദേശം എത്ര വിശേഷമുള്ള ദേശമാണെന്ന്? आपको मालूम है देश कितना विशेष देश है. ഇന്ത്യയിൽ അതിപ്രധാനമായി 2 ദേശമാണ് സഭ ഓർക്കുന്നത്. और भारत में 2 प्रधान देश है. അതിലൊന്ന് പൂന മുക്തി മിഷൻ. एक पुना मुक्ति मिशन. അവിടെയാണ് ഒരു ഉണർവ് നടന്നത്. वहाँ पर एक बेदारी हुई. പിന്നെ ഒരു ഉണർവ് നടന്നത് റായ്പൂരിലാണ്. और फिर एक बेदारी हुई और रायपुर में. ഇവിടെ ദൈവം അക്ഷരികമായി തീയായി ഇറങ്ങിയ ദേശമാണ് ഈ ദേശം. परमेश्वर अक्षरी रूप से आग उतार कर उतरा परमेश्वर का ये देश है. രാത്രി ഇവിടെ ഇരിക്കുന്ന ജനതയെ, നിങ്ങൾ ഉണർവ് കൊണ്ട ജനതയാണ്. यहाँ पर बैठे लोग आपने बेदारी देखा हुआ है. അടുത്തൊരു ഉണർവിനായി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ अगली പോകുന്നു. एक बेदारी के लिए परमेश्वर आपको खड़ा करने जा रहा है. അയക്കാൻ പോകുന്നു. परमेश्वर आपको भेजने जा रहा है. എന്റെ കയ്യിലാണ് അധികാരം. मेरे पास है वो अधिकार. നിങ്ങൾ പൊയ്ക്കൊള്ളുക. यीशु ने कहा तुम जाओ. നിങ്ങൾ പൊയ്ക്കൊള്ളുക. यीशु ने कहा जाओ. അടുത്ത വാക്ക് പറയുന്നു, उसका अगला वचन कहता है, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഇരിക്കും. और देखो जगत के अंत तक सदैव मैं तुम्हारे साथ रहूंगा. ഒരു വർഷം ഇരിക്കുമെന്നല്ല, ഒരു മാസം ഇരിക്കുമെന്നല്ല, एक महीना रहूंगा नहीं, every day, सदैव every day. हमें हर दिन നിന്റെ
കൂടെ യേശു ഇരിക്കുന്നു. यीशु आपके साथ बैठा है, നിന്റെ കൂടെ യേശു ഇരിക്കുന്നു. आपके साथ यीशु बैठा है, ഇന്നും നിന്റെ കൂടെ യേശുവുണ്ട്. आज यीशु आपके साथ है, നാളെയും നിന്റെ കൂടെ യേശുവുണ്ട്. आज यीशु आपके साथ है, അടുത്ത മാസവും നിന്റെ കൂടെ യേശുവുണ്ട്. यीशु आपके साथ है, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ. मैं जगत के अंत तक सदैव तुम्हारे साथ. നീ എവിടെ പോയാലും യേശു കൂടെ വരും. आप कहीं जाएंगे यीशु आएगा, നീ ഭൂമിയുടെ അറ്റത്ത് പോയാലും യേശു കൂടെ ഉണ്ടായിരിക്കും. के छोर तक जाओगे यीशु आएगा, അഗ്നിയിലേക്ക് നീ വീണാലും യേശു കൂടെ ഉണ്ടായിരിക്കും. अग्नि में यदि गिरते हो यीशु साथ रहेगा, ആണെങ്കിലും യേശു കൂടെ और ഉണ്ടായിരിക്കും. आप आंधी में हो तब यीशु നിന്നെ रहेगा. വിടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. आपको यीशु छोड़ना नहीं चाहता है. ഇന്നലെ വരെ നീ ഒറ്റയ്ക്കാണ്, പക്ഷേ ഇന്ന് മുതൽ ഇന്നലെ വരെ നീ ഒറ്റയ്ക്കാണ്, कल तक तू अकेला था, പക്ഷേ ഇന്ന് മുതൽ നീ ഒറ്റയ്ക്കല്ല. लेकिन आज से तू अकेला नहीं है. മരണത്തെ ജയിച്ചവൻ, मृत्यु में जो जय पाली, മരണത്തെ ജയിച്ചവൻ रोगों पे जय पाली, നിന്റെ കൂടെയുണ്ട്. तेरे साथ है. ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ വരുന്നു. कोई सामर्थ तुझे छू नहीं सकती, ഒരു ശക്തിക്ക് നിന്നെ कोई തകർക്കാൻ सामर्थ വരുന്നില്ല. तुझे छू नहीं सकते. നീ എല്ലാ ശക്തികളെ തകർക്കുക. और सारी शक्तियों को तुम तोड़ നീ देगा, എല്ലാ കോട്ടകളെ തകർക്കുക. और सारी शक्तियों को तुम तोड़ നീ देगा, എല്ലാ ബന്ധനത്തെ അഴിക്കുക. बंधनों को खोलेगा तू. ഇതുവരെ ഇല്ലാത്തൊരു ആത്മശക്തി ഈ രാത്രിയിൽ നിന്റെ മേൽ ദൈവം आज പകരുകയാണ്. तक नहीं थी ऐसी आत्मा की सामर्थ्य यीशु तुझ पर उड़ेल रहा है. കൈകളെ ആടിച്ച് थाली बजा के जोर से बोले, ഞാൻ ലോകാവസാനത്തുള്ള എല്ലാ നാളും मैं जगत के अंत तक सदैव. നിന്റെ കണ്ണിൽ നോക്കി പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. तेरी आंखों में देखकर यीशु कह रहा है मैं तुम्हारे साथ हूँ. ഞാൻ നിന്റെ കൂടെയുണ്ട്. यीशु कहता है मैं तुम्हारे साथ हूँ. പേടിക്കണ്ട, നീ പേടിക്കണ്ട. तुझे डरने की जरूरत नहीं है, പേടിക്കണ്ട, നീ പേടിക്കണ്ട. तुझे डरने की जरूरत नहीं है. പേടിക്കുന്ന ഒത്തിരി വിഷയം ഭാരതം അഭിമുഖീകരിക്കാൻ പോകുകയാണ്, പക്ഷെ നീ പേടിക്കണ്ട. भारत डरने वाले बहुत विषयों का सामना करने जा रहा है, लेकिन तू डरना नहीं. എന്റെ ആത്മാവിൽ ഞാൻ സെൻസ് ചെയ്യുന്നു, ഇന്ത്യയിൽ ഒരു ഉണർവിന്റെ കാറ്റ് അടിച്ചു തുടങ്ങി. और मैं अपनी आत्मा में महसूस कर रहा हूँ भारत में बेदारी की हवा चल चुकी है. അന്ധകാര മണ്ഡലങ്ങൾ ശക്തിപ്പെടുമ്പോൾ നീ ഓർത്തോണം, ദൈവശക്തി വെളിപ്പെടാൻ സമയമാണ്. अंधकार का क्षेत्र जब सामर्थ्य होने लगता है, याद रखिए परमेश्वर का छुटकारा का समय आ चुका है. This is your season. यह आपका मौसम है. ഒരു സാധ്യതയും ഇല്ലെന്ന് നീ തോന്നുമ്പോൾ അവിടെ സാധ്യത വെളിപ്പെടുകയാണ്. कोई भी बातें संभव नहीं है जब आपको लगता है वहाँ सारी बातें संभव होने जा रही है. ഫറവോൻ എഴുന്നേൽക്കുന്ന കാലത്താണ് അവൻ മോശയിലൂടെ ജനം വിടുവിക്കപ്പെടുന്നത്. फिरौन के उठने के समय ही मूसा की पैदाइश हो रही है. ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന കാലത്താണ് ദാനിയേൽ ദാവീദിലൂടെ ദൈവം ജയം കൊടുക്കുന്നത്. और गोलियत के समय ही दाऊद को परमेश्वर दाऊद के द्वारा जय दे रहा है. ആഹാബ് എഴുന്നേൽക്കുന്ന കാലത്താണ് ഏലിയാവിലൂടെ ദൈവം ഉണർവഹിക്കുന്നത്. आहाब के समय ही एलिया के द्वारा परमेश्वर बेदारी को भेज रहा है. നീറോ ചക്രവർത്തി ഉള്ള കാലത്താണ് ദൈവം പൗലോസിനെ എഴുന്നേൽപ്പിക്കുന്നത്. नीरो चक्रवर्ती के समय परमेश्वर पौलुस को भेज रहा है. ഹേരോദ ഉള്ളപ്പോഴാണ് ദൈവം പത്രോസിനെ എഴുന്നേൽപ്പിക്കുന്നത്. हेरोदास के समय परमेश्वर पतरस को भेज रहा है. പിശാചേ, നീ എത്ര ശക്തിയോടെ അവൻ എഴുന്നേറ്റാലും അതിനേക്കാൾ ശക്തരായവരെ സഭ എഴുന്നേൽപ്പിക്കുകയാണ്. शैतान जो चाहे कितने भी सामर्थ्य खड़े हो जाए, उससे सामर्थ्य कलीसिया खड़े होने जा रही है. In the name of Jesus. यीशु के नाम से ലോകം ഇന്നുവരെ കാണാത്ത അഭിഷക്തന്മാർ എഴുന്നേൽക്കുന്നു. संसार में अभी तक नहीं देखा अभिषेक खड़े हो रहे हैं. ഭാരതത്തിലാണ് ഉണർവിന്റെ ചലനം. भारत में बेदारी का चलन है. ഭാരതത്തിലാണ് ദൈവം അടുത്ത ഉണർവിനെ എഴുന്നേൽപ്പിക്കുന്നത്. अगले बेदारी के लिए परमेश्वर भारत को खड़ा करने जा रहा है. भारत This is your time. ये तुम्हारा समय है. അടിച്ചു ദൈവത്തെ സ്തുതിച്ചു. स्तुति करे. ഞാൻ നിന്നോട് കൂടെയുണ്ട്. मैं तेरे साथ प्रभु कहता है. ദേശങ്ങളെ കീഴടക്കുക. देशों को अधीन कर ले. ഞാൻ നിന്നെ അയക്കുന്നു. मैं तुझे भेजता हूँ. നിന്റെ സ്കൂളിൽ നീ ഉണർവായിരിക്കുക. तेरे स्कूल में तुम बेदारी होगा. കുഞ്ഞുങ്ങളെ, നിന്റെ സ്കൂളിൽ നീ ഉണർവായിരിക്കുക. बच्चों, तुम्हारे स्कूल में तुम बेदारी होगी. സഹോദരിമാരെ, നിങ്ങൾ ചെല്ലുന്നിടത്ത് ഉണർവായിരിക്കുക. बहनें, तुम जहाँ जाओगी वहाँ बेदारी होगी. ദേശങ്ങൾ ഇളകാൻ പോകുന്നു. देश में हलचल है. അടിച്ചു ताली बजा के बोले हालेलुया. चुना बना बैठे पगे जन बैठे अर्थन दूला लगदे अर्थमनियम
കേൾക്കൂ കേൾക്കൂ ദൂത് ശ്രദ്ധിച്ചു. सुने संदेश को सुने. യേശു പറയുന്നു, यीशु कहता है ലോക അവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ട്. जगत के अंत तक सदैव मैं तुम्हारे साथ रहूंगा. ആമേൻ. ലോകത്തിൽ എന്തുണ്ട്? संसार में क्या है? കഷ്ടമുണ്ട്. कष्ट है. ലോകത്തിൽ കഷ്ടമുണ്ട്. संसार में कष्ट है, എന്നാൽ ധൈര്യമായിരിക്കുക, लेकिन ढाढ़स बांधो. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. यीशु ने कहा मैंने संसार को जीत लिया है. ആമേൻ. मैं യേശുവിന്റെ പ്രാർത്ഥന യോഹന്നാൻ 17. यीशु की प्रार्थना यूहन्ना 17. കർത്താവേ, ലോകത്തിൽ ദുഷ്ടനുണ്ട്, प्रभु संसार में दुष्ट है, ലോകത്തിൽ പാപമുണ്ട്, दुष्ट संसार में पाप है, ലോകത്തിൽ കഷ്ടമുണ്ട്. संसार में क्लेश है. അതുകൊണ്ട് उसलिए എന്റെ മക്കളെ, എന്റെ ശിഷ്യന്മാരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. मेरे चेलों को संसार से उठा ले, ये मेरी प्रार्थना करता. അവരെ ലോകത്തിൽ ഇരുത്തി ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അവരെ കാക്കണം. उससे संसार में बैठा के दुष्ट के हाथों से उन्हें बचाना है. കഷ്ടമുള്ള ലോകത്തിൽ നിന്ന് നമ്മളെ എടുക്കാനല്ല യേശു പ്രാർത്ഥിച്ചത്, മറിച്ച് ദുഷ്ടനിൽ നിന്ന് കാക്കാനാണ് പ്രാർത്ഥിച്ചത്. कष्ट इस संसार में हमें उठाने के लिए यीशु ने प्रार्थना नहीं किया, बल्कि ये कहा कि इन्हें ढाढ़स दे. ഞാനൊരു ദൂത് വിളിച്ചു പറയുന്നു. मैं एक संदेश बताने जा रहा നിനക്ക് हूं. ഇവിടെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് നിനക്ക് വേണ്ടി ഇന്നലെ തന്നെ പ്രാർത്ഥിച്ച് പ്രൊട്ടക്ഷൻ ചെയ്ത ഒരു യേശു നിനക്കുണ്ട്. आपको संसार में क्लेश है ये जानकर पहले से आपके लिए प्रार्थना करके सुरक्षित कर देने वाला एक यीशु जिंदा है. ഞാൻ ദൂത് വിളിച്ചു പറയുന്നു. मैं संदेश बोलूंगा. നിന്നെ തൊടരുതെന്ന് കർത്താവ് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. कल से ही प्रभु ने कह दिया है कि तुझे छूना नहीं. നിന്നെ തൊടരുതെന്ന് तुझे छूना नहीं. ദുരാത്മ മണ്ഡലത്തോട്, उस आत्मा के उस मंडल से, ഇരുട്ടിന്റെ ശക്തിയോട് अंधकार की शक्ति യേശു से ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. यीशु ने कल से बोल दिया ദുഷ്ടൻ തൊടരുത്, तुझे छूना नहीं. ദുഷ്ടൻ തൊടരുത്, छूना ഈ नहीं. തലമുറയെ തൊടരുത്. इस पीढ़ी में छूना नहीं. എത്ര പേർ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കും? कितने लोग इसे क्लेम करके ഹേ പിശാചേ, ये शैतान ഇത് മന്ത്രവാദത്തിൻ്റെതല്ല, ये मंत्रवाद के लिए नहीं है, ഇത് അഭിചാരത്തിൻ്റെതല്ല. होने के लिए नहीं है. ഈ തലമുറ യേശുവിൻ്റെതാണ്. ये पीढ़ी यीशु के लिए है. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. हाथों को ऊंचा हिलाकर बोले हालेलुया. കരങ്ങളെ വീശി, കരങ്ങളെ വീശി. हाथों को हिला के हालेलुया. हालेलुया. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു കർത്താവ്. और तेरे लिए प्रभु ने प्रार्थना कर लिया है. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. प्रार्थना तेरे लिए हो गई है. നിന്നെ തൊടരുതെന്ന് പറഞ്ഞിരിക്കുന്നു. और प्रभु ने कहा तुझे छूना നിന്നെ नहीं. തൊടരുതെന്ന് പറഞ്ഞിരിക്കുന്നു. नहीं छूना बोला है. മിണ്ടുന്നില്ല, നിന്നെ തൊടരുതെന്ന് तुझे കർത്താവ് नहीं छूना करके प्रभु ने बोल दिया है. ലോകത്തിൽ അവരെ എടുക്കരുത്, संसार से उन्हें लेना नहीं ലോകത്തിൽ അവരെ കാക്കണം. और संसार में उन्हें सुरक्षित करना है. ഹോ. ലോകത്തിൽ നിന്നെ കാക്കണം. और संसार में ही उन्हें सुरक्षित करना है. ദുഷ്ടൻ കാണാതെ സൂക്ഷിക്കണം. दुष्ट ना देखे इसलिए सुरक्षित करना है. അതെന്തിനാണ് ദൈവം ലോകത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നത്? क्यों परमेश्वर ने हमें संसार में रखा है? ദൈവം യേശുവിനെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് परमेश्वर ने अपने पुत्र को इस पृथ्वी पर जो भेजा ലോകത്തെ രക്ഷിക്കാനാണ്. संसार को बचाने के लिए. ഈ ലോകത്തിനകത്ത് संसार के अंदर में പാപമുണ്ട്, पाप है, രോഗമുണ്ട്, बीमारी है, ശാപമുണ്ട്. श्राप है. പക്ഷെ അതിന്റെ അകത്ത് മനുഷ്യർ അതിനകത്ത് മുങ്ങിക്കിടപ്പുണ്ട്. मनुष्य उसमें डूबा हुआ है. പാപത്തിനകത്തും ലോകത്തിനകത്തും മുങ്ങിക്കിടക്കുന്ന മനുഷ്യ ജീവനുണ്ട്. पाप में और संसार में डूबा हुआ मनुष्य है. ആ മനുഷ്യനെ രക്ഷിപ്പാൻ उस मनुष्य को बचाने के ദൈവം लिए തന്റെ പുത്രനെ ഉലകത്തിലേക്ക് അയച്ചു. परमेश्वर ने अपने पुत्र को पृथ्वी पर भेजा. അവൻ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി, ആമേൻ, സ്തോത്രം, കാൽവറിയിൽ മരിച്ചു. और उसने अंतिम बूंद लहू तक बहा के कलवरी पे उमर गया. അവന്റെ മരണത്തിലൂടെ ഈ മനുഷ്യന്റെ രക്ഷ വെളിപ്പെട്ട് കഴിഞ്ഞു. और उसके मृत्यु के द्वारा मनुष्य का उद्धार हो गया. അവർക്ക് ജീവൻ ലഭിച്ചു, उसमें जीवन आ गया. അവർക്ക് രക്ഷ ലഭിച്ചു, उसमें उद्धार आ गया. അവർക്ക് സ്വർഗം ലഭിച്ചു, उसको स्वर्ग मिल गया. അവർക്ക് സമാധാനം ലഭിച്ചു, उन्हें शांति मिल गई. അവർക്ക് സന്തോഷം ലഭിച്ചു. उन्हें आनंद मिल गया. എല്ലാ അനുഗ്രഹവും അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. सारी आशीषें उन्हें मिल गई. എന്നാൽ लेकिन ഈ പുത്രനെ ലോകം അറിഞ്ഞിട്ടില്ല. लेकिन इस पुत्र को संसार ने नहीं जाना. ഈ പുത്രനെ തന്ന പിതാവിനെയും ലോകം അറിഞ്ഞിട്ടില്ല. इस पुत्र को देने वाले पिता को भी संसार ने नहीं जाना.
എല്ലാം ചെയ്ത പുത്രനെ ലോകം അറിഞ്ഞിട്ടില്ല. सब बातें पूरा करने वाले पुत्र को संसार ने नहीं जाना. ആ പുത്രനെ തന്ന പിതാവിനെയും ഈ ലോകം അറിഞ്ഞിട്ടില്ല. उस पुत्र को दिया पिता को भी संसार ने नहीं जाना. ഇത്ര വലിയ രക്ഷ തന്ന, इतनी बड़ी उद्धार, ഇത്ര വലിയ അനുഗ്രഹം തന്ന, इतनी बड़ी आशीष दिया. സ്വർഗം മുഴുവൻ നിനക്ക് തന്ന, स्वर्ग पूरा तुझे दिया. ജീവൻ മുഴുവൻ നിനക്ക് തന്ന, जीवन पूरा तुझे दिया. നിന്റെ മരണം മാറ്റിയ, तेरी मृत्यु നിന്റെ हटाया, ശാപം മാറ്റിയ, तेरा श्राप हटाया, നിന്റെ രോഗം മാറ്റിയ तेरी बीमारी हटाया. യേശുവിനെ उस यीशु को അവൻ ലോകം അറിഞ്ഞിട്ടില്ല. संसार ने नहीं जाना है. ഇന്നത്തെ 800 കോടി ജനവും അറിഞ്ഞിട്ടില്ല. आज 8,000 करोड़ लोगों ने नहीं जाना है. ഈ 800 കോടി ജനവും അറിഞ്ഞിട്ടില്ല. और 8,000 करोड़ लोगों ने नहीं जाना है. പുത്രനെ തന്ന പിതാവിനെ उस पुत्र को जो दिया पिता ने ലോകം അറിഞ്ഞിട്ടില്ല. उस पिता को लोगों संसार ने नहीं जाना. ലോകത്തിൽ ഇനി അവൻ വെളിപ്പെടാനും ആഗ്രഹിക്കുന്നില്ല. और संसार में वो प्रकट होना भी नहीं चाहता है. യേശുവിനെ ഒരിക്കൽ കൂടി ഇറങ്ങി വന്ന് മരിക്കാനും ആഗ്രഹിക്കുന്നില്ല. और यीशु मसीह एक बार और आकर मरना भी नहीं चाहता है. അവൻ ചെയ്തു കഴിഞ്ഞു. और उसने पूरा कर दिया है. അവൻ ചെയ്തു കഴിഞ്ഞു. उसने पूरा कर दिया है. ഇത് മറഞ്ഞിരിക്കുകയാണ്. और ये छिपा हुआ है, ഇത് ഒളിച്ചിരിക്കുകയാണ്. ये छिपी हुई है. പക്ഷേ ഈ വലിയ സത്യം लेकिन ये बड़ी सच्चाई ലോകത്തിൽ അറിയിക്കാൻ संसार को बताने के लिए ഇന്ന് ദൈവത്തിനുള്ളത് പുത്രനല്ല, ദൂതന്മാരല്ല, ദൈവത്തിന് നമ്മളെ ഉള്ളു. आज पुत्र नहीं, वो स्वर्गदूत नहीं, आप पर मैं है. ഭയങ്കര ഒരു തീ വ്യാപരിക്കും. बड़ी एक आग आ रही है, വലിയൊരു തീ വ്യാപരിക്കും. बड़ी एक आग आ रही है. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ ദൂത്? आप सुन रहे हैं संदेश? ഇനി അത് അറിയിക്കാൻ പുത്രൻ ഇറങ്ങി വരത്തില്ല. और उसे बताने के लिए पुत्र नहीं आएगा. അത് അറിയിക്കാൻ വേണ്ടി ഇനി പിതാവും ഇറങ്ങി വരത്തില്ല. वो बताने के लिए पिता उतर नहीं आएगा. അത് അറിയിക്കാൻ വേണ്ടി ഗബ്രിയേലിനെയും മീഖായേലിനെയും ദൂതന്മാരെയും ദൈവം അയക്കത്തില്ല. उसे बताने के लिए गब्रिएल मिखाएल स्वर्गदूतों को भी नहीं भेजेगा. ആ ദൗത്യമായി അറിയിക്കാൻ वो उत्तरदायित्व भेजने के लिए ദൈവത്തിന് ഒരു വഴിയേ ഉള്ളൂ. और एक ही परमेश्वर के लिए रास्ता ഒറ്റ है. വഴി, ഒറ്റ വഴി. एक ही रास्ता, ആ വഴിയാണ് നീ. वो रास्ता तू है. ആ വഴിയാണ് നീ. रास्ता तू है. നിന്നെ അതുകൊണ്ട് ദൈവം ഈ ഉലകത്തിലാക്കിയിരിക്കുകയാണ്. परमेश्वर ने पृथ्वी पर तुझे रखा है. തീ കത്തിക്കും, തീ കത്തിക്കും, തീ കത്തിക്കും. आत्मा की आग ज्वलित हो जाए. കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? सुन रहे आप? ഇത് ലോകത്തിൽ അറിയിക്കാൻ ये संसार में बताने के लिए ദൈവത്തിന് നിന്നെ ലോകത്തിൽ വേണം. परमेश्वर को संसार में तेरी जरूरत है. ഒരാമേൻ പറഞ്ഞെടുത്തു. आमीन बोले. ഇന്ന് നീയാണ് ദൈവത്തിന്റെ ഉത്തരം. आज परमेश्वर का उत्तर तू है. ഈ രക്ഷ ഭൂമിയുടെ അറ്റം വരെ എത്തിക്കാം. और इस उद्धार को अंत तक पहुंचाने के ഈ लिए രക്ഷ ഭൂമിയുടെ അറ്റം വരെ എത്തിക്കും. इस भूमि में इस उद्धार को अंत तक സകല पहुंचाने ജാതിയിൽ നിന്നും സകല വംശത്തിൽ നിന്നുമുള്ളവരെ രക്ഷിക്കാൻ ദൈവത്തിന്റെ ഏക വ്യക്തി നീയാണ്. Are you ready? सारे संसार के कुल और भाषा के लोगों को बचाने के लिए परमेश्वर की ओर से जो व्यक्ति है वो तू है. तू है, वो तू है. तू है. वो तू है. പ്രകല്ലതരഹസ്യ. ഇന്ന് ദൈവത്തിന് നീയേ ഉള്ളൂ. आज परमेश्वर के लिए तू है. നീയേ ഉള്ളൂ. तू ही है. നിന്റെ കഴിവ് വേണ്ട, तेरी योग्यता नहीं चाहिए. നിന്റെ അറിവ് വേണ്ട, तेरी ज्ञान नहीं चाहिए. നിന്റെ മതി. तुझे काफी है. നിന്നെ ഒന്ന് വിട്ടുകൊടുത്തോ अपने आप को यदि समर्पण कर നിന്റെ മേൽ അഭിഷേകം ഇറങ്ങോ, मेरे पर अभिषेक നിന്റെ उतरेगा. മേൽ അധികാരം ഇറങ്ങോ, मेरे पर अधिकार നിന്റെ उतरेगा. മേൽ കൃപാവരം मेरे ഇറങ്ങോ, पर वरदान आएंगे. നിന്റെ മേൽ ശക്തി ഇറങ്ങോ. मेरे पर सामर्थ्य നീ आएगा. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ जब तू उठ के खड़े होगा അന്ധകാര മണ്ഡലങ്ങൾ ഇളകും. अंधकार के क्षेत्र हिल जाएंगे. ഇരുട്ടിന്റെ ശക്തി തകരും. अंधकार की शक्तियां टूट जाएगी മണ്ഡലങ്ങൾ ഇളകും. और कुछ हलचल होगी. ഇന്ന് രാത്രിയിൽ ഒരു വലിയ അഭിഷേകം आज की रात में एक बड़ा ഈ अभिषेक ജനത്തിന് മേൽ വീഴുന്നു. लोगों के ऊपर गिर रहा है. കരങ്ങളെ ഉയർത്തി അത് സ്വീകരിച്ചാൽ उठा करके स्वीकार ले. Great evangelism ഇന്ത്യയിൽ ദൈവം സ്റ്റാർട്ട് ചെയ്യുന്നു. महान सुसमाचार ऐसे भारत में तैयार कर रहा है. ചാര ചാര താര ബാനരാസിയ. ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉണർവ് ഈ തലമുറയിൽ നടക്കും. और संसार ने अभी तक जो नहीं देखा ऐसा सबसे बड़ी बेदारी इस पीढ़ी में होगी. വൈനാഡ്ബർഗിൽ നടന്നതിനേക്കാൾ, ചാൾസ് ഫിന്നിയിൽ നടന്നതിനേക്കാൾ, സ്മിത്ത് വീഗൽസ്വർത്തിൽ നടന്നതിനേക്കാൾ വലിയ ഉണർവ് ദൈവം ഈ തലമുറയിൽ ചെയ്യും. അതിന് ദൈവം നിന്നെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നു. चार्ल्स स्मिथ और रेनाल्ड मॉन्के, स्मिथ विगल्सवर्थ, उन सबसे होने वाली बड़ी बेदारी को परमेश्वर ने आपके लिए रखा हुआ.
Receive. ग्रहण कर ले ले उसे, Receive. ले ले Receive. ले ले Alala Santare. Santare. നിന്റെ ലോകത്തിൽ നിന്ന് എടുക്കാൻ ദൈവം പറയുന്നില്ല. हमेशा तुझे संसार से उठाने की बात नहीं कर रहा है. പിശാചുള്ളത് കൊണ്ട് പാപമുള്ളത് കൊണ്ട് നീ കേറി വാ മോനെ എന്ന് പറഞ്ഞിട്ടില്ല. നീ ഇവിടെ വേണം. शैतान है, पाप है, इसलिए बेटा तू आ जा नहीं बोल रहा. നീ ഇവിടെ വേണം. तेरी यहाँ जरूरत है. നിന്റെ ഇന്ത്യക്ക് വേണം. तुझे भारत को चाहिए. നിന്റെ ഈ തലമുറയ്ക്ക് വേണം. तुझे इस पीढ़ी को चाहिए. നിന്റെ അതിൽ നിന്ന് മാറ്റുന്ന രോഗമേ യേശുവിന്റെ നാമത്തിൽ മാറുക. और तुझे उससे हटाने वाली बीमारी यीशु के नाम से हट जा. ഇന്ന് രാത്രിയിൽ ഒരു വലിയ അഭിഷേകം ഇവിടെ വ്യാപരിക്കും. आज की रात्रि बड़ा अभिषेक यहाँ होगा. നിന്റെ പ്രശ്നങ്ങൾ ദൈവം കുടഞ്ഞു കളയും. समस्या को परमेश्वर छिड़क देगा. നിന്റെ രോഗത്തിന്റെ കെട്ട് ദൈവം അഴിക്കും. बीमारी के बंधन को यीशु हटा देगा. നിന്റെ കടബാധ്യത ദൈവം അഴിക്കും. तेरे उस थकावट को परमेश्वर നിന്റെ हटा देगा. ഞെരുക്കം ദൈവം പൊട്ടിക്കും. तेरी कभी को നിന്നിൽ നിന്ന് മരണദൂതനെ ദൈവം ശാസിക്കുന്നു. तेरे में से मृत्यु के दूत को यीशु നിനക്ക് ദീർഘായുസ്സ് ദൈവം തരുന്നു. और तुझे उम्र दे रहा है. നിനക്ക് ദീർഘായുസ്സ് ദൈവം തരുന്നു. तुझे दीर्घायु से मुक्त कर रहा है. നിനക്ക് ദീർഘായുസ്സ് ദൈവം तुझे തരുന്നു. दीर्घायु प्रभु दे रहा है. നിനക്ക് ദീർഘായുസ്സ് ദൈവം परमेश्वर തരുന്നു. दीर्घायु दे रहा है. और हर कैंसर हट जा, ट्यूमर हट जा. Every diseases in the name of Jesus right now. यीशु के नाम से सारी बीमारियां चले जाओ. लगाते മാറട്ടെ രോഗങ്ങൾ. अरे बीमारियां ദൈവത്തിന്റെ സൈന്യം എഴുന്നേൽക്കാൻ പോകുന്നു. और परमेश्वर की सेना खड़ी होने जा रही है. രോഗമുള്ള സൈന്യമല്ല, बीमारी की सेना नहीं, ബലഹീനമായ സൈന്യമല്ല, और ऐसी बीमारियां തകർന്ന സൈന്യമല്ല, തകർന്ന സൈന്യമല്ല. टूटी हुई सेना नहीं, ഓ വീരന്മാർ, और यो ശക്തന്മാർ, सामर्थी നമ്മ സിംഹത്തിന്റെ മുഖമുള്ളവർ, और सिंह के मुंह वाले, സിംഹത്തിന്റെ മുഖമുള്ളവർ, सिंह के मुंह वाले, വേദനയുള്ളവർ, और जो वो हड्डी के बच्चों के समान. കരകളെ അടിച്ച് കരകളെ അടിച്ച് കരകളെ അടിച്ച് ताली बजा के ताली बजा के ताली बजा के वो मेरी आंखें भी आंखें अरे दे ताली बजा के ना तू या बेटा ना प्रमाण अभी या बुदिया मकोने खचा ना प्रभु या पे ഭയങ്കര ആരോഗ്യം വ്യാപരിക്കുന്നു. ഭയങ്കര ആരോഗ്യം വ്യാപരിക്കുന്നു. भयंकर चटाई हो रही है. ഭയങ്കര ആരോഗ്യം വ്യാപരിക്കുന്നു. भयंकर स्वास्थ्य आ रहा है. ഭയങ്കര അഭിഷേകം വ്യാപരിക്കുന്നു. भयंकर अभिषेक आ रहा है. രോഗങ്ങൾ മാറുന്ന തലമുറ, രോഗമില്ലാത്ത തലമുറ, और बीमारी रहित पीढ़ी, ശാപമില്ലാത്ത തലമുറ. शाप रहित पीढ़ी. നിന്റെ വീട്ടിൽ നിന്ന് മരുന്ന് മാറാൻ പോയ मेरे घर से दवाई हट रहा है. നിന്നെ വേണം, നിന്നെ ലോകത്തിലാക്കിയിരിക്കുന്നു. तेरी जरूरत है, तुझे संसार में परमेश्वर ने रखा है. ഇന്ത്യ പ്രതിനിധീകരിച്ചുകൊണ്ട് അമേരിക്കയിൽ ഒരുവർ ഉള്ളതുപോലെ, भारत में प्रतिनिधित्व करके जो अमेरिका में चले ऐसा ही, ഇന്ത്യ പ്രതിനിധീകരിച്ചുകൊണ്ട് യുകെയിൽ ഒരാൾ ഉള്ളതുപോലെ, और भारत का प्रतिनिधित्व करके यूके में जैसा कोई है, ഇന്ത്യ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇസ്രായേലിൽ ഒരുവർ ഉള്ളതുപോലെ, और भारत का प्रतिनिधित्व करके यहाँ पर जैसा कोई है. യേശുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നീ ഭൂമിയിൽ വേണം. यीशु का प्रतिनिधित्व बन के तुझे पृथ्वी में यीशु को चाहिए. കരങ്ങളെ ഉയർത്തി യാത്രമേ. हाथों को हिला के ലോകം പറഞ്ഞതിനെ വേണ്ടെന്ന്, संसार कहता तेरी जरूरत नहीं है. ലോകം പറഞ്ഞതിനെ വേണ്ടെന്ന്, संसार कहता तेरी जरूरत नहीं है. കുടുംബം പറഞ്ഞതിനെ വേണ്ടെന്ന്, परिवार ने कहा तेरी जरूरत नहीं है. സമൂഹം പറഞ്ഞതിനെ വേണ്ടെന്ന്. समाज ने कहा तेरी जरूरत नहीं പക്ഷേ है. യേശു പറയുന്നു നിന്നെ വേണം. लेकिन यीशु कहता तेरी जरूरत നിന്നെ है. വേണം. तेरी जरूरत है. നിന്നെ വേണം. तेरी जरूरत है. നിന്നെ വേണം. तेरी जरूरत ഈ है. തലമുറയ്ക്ക് इस पीढ़ी को ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുകയോ और परमेश्वर तुझे खड़ा कर रहा है. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ലോകാവസാനത്തോളം संसार के अगत अंत എല്ലാം വേണം. हर हमेशा तुझे നിന്റെ चाहिए. കൂടെ യേശു ഉണ്ടായിരിക്കും. तेरे साथ यीशु रहेगा. നിന്റെ കൂടെ യേശു तेरे ഉണ്ടായിരിക്കും. साथ यीशु रहेगा. പോകുക. लेला രാജ്യത്തെ കീഴടക്കുക. राज्यों को जीतने, പട്ടണങ്ങളെ കീഴടക്കുക. शहरों को जीतने, പട്ടണങ്ങളെ കീഴടക്കുക. अधिकार के बंधनों को ഇരുട്ടിനെ പൊട്ടിക്കുക. और अधिकार की बातों को तोड़ने. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से നീ ചെല്ലുന്നിടത്ത് ഉണർവ് നടക്കുക. बेदारी होगी. നീ ചെല്ലുന്നിടത്ത് ഉണർവ് നടക്കുക. बेदारी होगी. നീ പ്രാർത്ഥിക്കുന്നവർ സൗഖ്യമാകും. होंगे നീ കൈ നീട്ടുമ്പോൾ വിടുതൽ നടക്കുക. चढ़ाएगा, झुकावे होंगे. യേശു നിന്റെ കൂടെ.
हालेलुया കൈ അടിച്ച് ദൈവത്തെ ആരാധിച്ചു. हालेलुया कर आराधना करें जोर से ओ चिमरा द बनिया मकेरिया या നീ ലോകത്തിൽ വേണം, तुझे चाहिए संसार में तू होना है നീ ലോകത്തിൽ വേണം. संसार में तू रहना है ഇപ്പൊ ആരും മരിക്കാൻ പ്രാർത്ഥിക്കല്ലേ. अभी कोई मरने के लिए प्रार्थना नहीं करना സ്വർഗത്തിൽ ചെന്നിട്ട് വേറെ പരിപാടി ഒന്നും ഇല്ല. स्वर्ग में जाने से दूसरा कोई काम वहाँ है ही नहीं ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, मैं एक बार और कहता हूँ നിന്നോട് ഒരിക്കൽ കൂടി പറയുന്നു, तुझसे एक बार और कहूँगा നിന്നെ ആവശ്യം ഇപ്പോൾ സ്വർഗത്തിലല്ല, നിന്നെ ആവശ്യം ഇപ്പോൾ ഭൂമിയിലാണ്. तेरी जरूरत अभी स्वर्ग में नहीं, तेरी जरूरत अभी पृथ्वी पे है ओ है जरूरत है जरूरत है जरूरत है तेरी जरूरत है यस हालेलुया സ്വർഗം ഏറ്റവും നല്ലതാണ്. स्वर्ग अच्छा है അത് ഏറ്റവും നല്ലതാണ്. बहुत अच्छा है അത് അത്യുത്തമമാണ്. और वो अति उत्तम है പക്ഷേ പൗലോസ് പറയുന്നു, लेकिन पौलुस कहता है ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന എനിക്ക് ഇഷ്ടമാണ്, मसीह में जो छिपा हुआ मुझे पसंद है പക്ഷേ അവിടെ ഇരുന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. लेकिन वहां पर रहकर कुछ करने के लिए नहीं है എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഭൂമിയിലുള്ളൂ. यदि कुछ करने के लिए तो पृथ्वी पे ही है സ്വർഗത്തിൽ ചെന്നിട്ട് ഇനി ഭൂമിയിലേക്ക് വരാൻ പറ്റില്ല. और स्वर्ग में जाने के बाद पृथ्वी पे आ नहीं सकते हो ഒരിക്കൽ ധനവാൻ പറഞ്ഞു, एक बार धनवान ने कहा ലാസറിനെ ഒന്ന് വിടാമോ, लाजर को जरा छोड़ दोगे ലാസറിനെ ഒന്ന് വിടാമോ. लाजर को भेजोगे ദൈവം പറഞ്ഞു, परमेश्वर ने कहा ലാസർ വേണ്ട, लाजर नहीं അവൻ ഇവിടെ ഇരുന്നോട്ടെ. लाजर को यही बैठने दो എന്റെ ദാസന്മാരായ മോശയുണ്ട്. मेरा दास मूसा है അതിന്റെ അർത്ഥം उसका अर्थ क्या है നീ ജീവിച്ചിരിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ മഹത്വം. अब जो जीवित है तभी परमेश्वर के राज्य की महिमा है യേശുവിന്റെ നാമത്തിൽ यीशु के नाम से മരണാത്മാക്കൾ മാറട്ടെ. और मृत्यु की बातें हट जाए ദാവീദ് പറഞ്ഞു, आमीन बोले ദാവീദ് പറഞ്ഞു, सॉरी दाऊद ने कहा ആയുസ്സിന്റെ മധ്യത്തിൽ എന്നെ എടുക്കരുത്, और मेरी उम्र के बीच में मुझे नहीं उठाना प्रभु ആയുസ്സിന്റെ മധ്യത്തിൽ എന്നെ എടുക്കരുത്. मेरी उम्र के बीच में मुझे नहीं उठाना എനിക്ക് ജീവിക്കണം, मुझे जीवित रहना है എനിക്ക് ജീവിക്കണം. मुझे जीवित रहना है എത്ര പേർ മാതുരത പറ, എനിക്ക് ജീവിക്കണം. सब मुंह खोल कर बोले मुझे जीवित रहना है मुझे जीवित रहना है मुझे जीवित रहना है ഇന്ന് രാത്രി ജീവൻ തിരഞ്ഞെടുക്കുക, आज की रात्रि परमेश्वर ജീവൻ തിരഞ്ഞെടുക്കുക, ജീവൻ തിരഞ്ഞെടുക്കുക. आज जीवन वापस ले ले മാതുരത പറ, मुंह खोल कर कहे എനിക്ക് ജീവൻ ആവശ്യമാണ്. मुझे जीवन की जरूरत है യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ആയുസ്സിന്റെ മധ്യത്തിൽ നിന്ന് എടുക്കുന്ന രോഗങ്ങൾ, ആക്സിഡന്റുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. उम्र के बीच में तुझे उठाने वाली बीमारी एक्सीडेंट और रोग की बातें यीशु के नाम से हट जाए പൊട്ടിക്കുക, പൊട്ടിക്കുക. तोड़ दो ഞാൻ മരിച്ച എന്റെ അസ്ഥി വരെയും മണ്ണിൽ ലയിച്ചു ചേരേണ്ട സമയം കഴിഞ്ഞു. मैं मर के मेरी हड्डियां तक मिट्टी में गल जाने का समय हो चुका ഞാൻ 3 വട്ടം മരണവുമായി മല്ലി പിടിച്ച മനുഷ്യനാണ്. 3 बार मृत्यु से लड़ा हूं എന്റെ അസ്ഥി വരെയും ഈ മണ്ണിൽ ചേർന്ന് പോകേണ്ട സമയം मेरी കഴിഞ്ഞു. हड्डियां तक इस मिट्टी में मिल जानी थी എന്നാൽ ഒരിക്കൽ ഞാൻ പറഞ്ഞു, लेकिन एक दिन मैंने कहा ഒരു മീറ്റിംഗിൽ ജനങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ एक मीटिंग में जब लोग उद्धार ഞാൻ पाए മുട്ടുകുത്തി പറഞ്ഞു, मैंने घुटने टेक कर എനിക്ക് कहा ജീവിക്കണം, मुझे जीवित रहना है എനിക്ക് ജീവിക്കണം. मुझे जीवित रहना है അന്ന് തുടങ്ങി 5 വർഷമായി. वो दिन शुरू हुआ आज 5 साल हो गए ഡോക്ടർമാർ പറഞ്ഞു, പ്രസംഗിച്ചാൽ കാർഡിയക് ഡെത്ത് വരും, ചങ്ക് പൊട്ടി ചാകുമെന്ന് പറഞ്ഞു. और डॉक्टर ने कहा यदि प्रचार करोगे सीना टूट जाएगा मर जाओगे മാറിയെന്നേ. आजा नहीं आता ले पैसे रखनी नहीं आता ओ जीसस ഞാൻ രാവിലെ ഇത്രയും മരുന്ന് കഴിക്കും, मैं सवेरे इतनी गोलियां लेता ഉച്ചയ്ക്ക് ഇത്രയും മരുന്ന് കഴിക്കും, सवेरे इतने गोलियां खाता വൈകിട്ട് ഇത്രയും മരുന്ന് കഴിക്കും. रात को भी इतने सारी गोलियां खाता അത് മാറിയെന്നേ. और वो हट गया है യേശുവിന്റെ നാമത്തിൽ यीशु के नाम से മരുന്നുകളുടെ അളവുകൾ കുറയുന്ന ഒരു അഭിഷേകം. दवाइयों का वो माप कम होने का विषय നിന്റെ വീട്ടിൽ നിന്ന് മരുന്നുകൾ മാറാൻ പോകയാ. मेरे घर से दवाइयां हट रही है യഹോവ റാഫ, यहोवा राफा है चंगा करने वाला बोलो यीशु मसीह की जय, बोलो यीशु मसीह की जय.
നിന്നെ വേണം. तेरी जरूरत है. നീ ഇപ്പൊ മരിക്കണ്ട. अभी तू मरना नहीं. നീ ഇപ്പൊ മരിക്കണ്ട. अभी नहीं मरना. ഈ 800 കോടി ജനം നരകത്തിലേക്ക് പോകുമ്പോ നീ മരിക്കണ്ട. और ये 800 करोड़ लोग जब नरक की ओर जा रहे हैं, तू मरना नहीं. ഈ 130-ലധികം കോടി ജനം നരകത്തിലേക്ക് പോകുമ്പോൾ നീ മരിക്കണ്ട. ये 130 करोड़ लोग जब वो नरक की ओर जा रहे हैं, तू मरना नहीं. കയറി നിൽക്ക്. खड़े रहे. ഭാരതത്തിന് നിന്നെ വേണം. भारत को तेरी जरूरत है. ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ അന്യൂഷനായ ദൈവകൃപ വ്യാപരിക്കുകയാണ്. आज की रात तेरे ऊपर भयंकर परमेश्वर का अनुग्रह काम कर रहा है. ഇന്ന് രാത്രി നീ ഇവിടുന്ന് പോകുന്നത് പ്രവാചകനായിട്ടായിരിക്കും, പ്രവാചകനായിട്ടായിരിക്കും. आज तू यहाँ से जब लौटेगा, भविष्यता या भविष्यवाणी बन के जाएगा. നീ ഇന്ന് ഇവിടുന്ന് പോകുന്നത് സുവിശേഷകനായിട്ടായിരിക്കും. आज एक सुसमाचार का बनकर यहाँ से जाने वाला. നീ ഇവിടുന്ന് പോകുന്നത് അപ്പോസ്തലനായിട്ടായിരിക്കും. यहाँ से प्रेरित बन के जाने वाला. നീ കൈ നീട്ടുമ്പോൾ ജനം വിടുവിക്കപ്പെടും. हाथ जब बढ़ाएगा लोग बच നീ जाएंगे. നടക്കുമ്പോൾ ദേശം വിടുവിക്കപ്പെടും. जब चलेगा देश छुटकारा पाएगा. യേശുവിന്റെ നാമത്തിൽ, यीशु के नाम से. യേശുവിന്റെ നാമത്തിൽ. यीशु के नाम से. ഭാരതമേ, भारत. യേശു നിന്നെ സ്നേഹിക്കുന്നു. यीशु तुझसे प्यार करता യേശു है. നിന്നെ രക്ഷിക്കുന്നു. यीशु तुझे बचाता है. യേശു നിന്നെ വിളിക്കുന്നു. यीशु तुझे बुलाता है. കൈകളെ ഉയർത്തി വിളിച്ചു പറ, യേശു മസീഹ് की जय. और ऊंची आवाज में बोले, यीशु मसीह जिंदा है. പറഞ്ഞേ ഞാൻ ലോകത്തിൽ വേണം. बोले संसार में मेरी जरूरत है. രണ്ടുപേർക്ക് കൈ കൊടുത്ത് പറ, ഞാൻ ലോകത്തിൽ വേണം. दो लोगों को हाथ पकड़ करके, संसार में मेरी जरूरत है. പറ. ഏയ്, बोले संसार में मेरी जरूरत है. പറ. मेरी जरूरत है. मेरी जरूरत है. ओ बाता लुक की दरबार थे. बुलाबाई नियम है. നീ ലോകത്തിന് വേണം. संसार को मेरी जरूरत है. കാരണം നിന്നിലൂടെ ഒരു ഉണർവ്. आपके द्वारा बेदारी है. ഞാൻ വീണ്ടും പറയുന്നു, मैं फिर से कह रहा हूँ, ഏലിയാവില്ല, തീയറക്കിയ ഏലിയാവില്ല. एलिया ने जो आग उतारी, एलिया नहीं है. അവൻ ചെങ്കടൽ മുറിച്ച മോശയില്ല. लाल समंदर को दो भाग बांटने वाला मूसा नहीं है. യോർദാൻ മുറിച്ച യമൻ യോശുവ ഇല്ല. योरदान को भाग करने वाला यहोशू नहीं है. അവൻ യോർദാനെ മുറിച്ച ഏലീശ ഇല്ല. और यहूदा यरदन को दो भागों में बांटने वाला एलीशा नहीं അവൻ है. കാരാഗൃഹത്തെ തകർത്ത പൗലോസ് ഇല്ല. और बंदी गृह को तोड़ने वाला वो पौलुस भी ഇന്ന് नहीं बचा നീ है. മാത്രമേ ഉള്ളൂ ഇവിടെ. लेकिन तू ही मात्र यहाँ है. ये बात है मनाते यहाँ है, मेरे अंधारे क्या महलिया वाले हैं, सिकमाना बोले आते हैं. अरे यहूदी किले हंस गुलिया रे, अब आई खानो खोल दे. तुम प्रमाण तुम ആരുമില്ല. कोई नहीं है. ഒരിക്കൽ കൂടി പറയാം, ആരുമില്ല. एक बार बोलिए, कोई नहीं है. നീ യേശുവേ ഉള്ളൂ. तू और यीशु ही है. ओ बिया बेबली तेरी दबो. ये में जाए. अरे हमको ताली बजा के जोर से शक्ति से सामर्थ में. हो हालेलुया. ഒന്ന് ആലോചിക്കേ. जरा करते हैं. ഒരിക്കൽ കൂടെ जरा गरजिए. One more time. एक बार और. Yes. भाई मी पहले हम लोग ഞാനിവിടെ കാണുന്നത് സൈന്യത്തെയാണ്. मैं यहाँ पर सेना को देख रहा हूँ. സൈന്യത്തെ കാണുന്നു. ഞാനിവിടെ यहाँ पर सेना को देख रहा हूँ. സൈന്യം എഴുന്നേൽക്കുന്നു. സൈന്യം सेना खड़ी हो रही है. सेना ഈ റിവൈവലിലൂടെ സൈന്യം എഴുന്നേൽക്കുന്നു. बारी से सेना खड़ी हो रही है. സൈന്യം ഇവാഞ്ചലിസത്തിന് സൈന്യം എഴുന്നേൽക്കുന്നു. और सेना खड़ी हो रही है प्रभु के काम के लिए. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से കൈകളെ ഉയർത്തി ഹല്ലേലൂയ. हाथ उठा करके बोले हालेलुया. റെയ്നാഡ് ബോഗയെക്കാട്ടിലും ശക്തന്മാർ ക്ഷണിക്കാൻ പോകുന്നു. रेनाल्ड बॉन्ग के सभी सामर्थ्य लोग निकलने जा रहे हैं. സ്മിത്ത് വിഗിൽസ്വർത്തിനേക്കാൾ ശക്തർ എഴുന്നേൽക്കാൻ പോകുന്നു. विगल्सवर्थ से भी सामर्थ्य लोग खड़े होने ഇന്ന് जा रहे हैं. രാവിലെ ഒരു അഭിഷേകത്തിലൂടെ പ്രസംഗിച്ച പറഞ്ഞു, ജനനകൾ നടക്കുന്നു. और एक अभिषेक ने जब प्रचार किया तो कहा पैदाइश हो रही है. ജനനകൾ നടക്കുന്നു. पैदाइश हो रही है. അത് നീയത്രേ. वो तू ही है. ഇവൻ
എന്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. ये मेरा प्रिय पुत्र, इसे मैंने पैदा कर दिया है. Yes. Yes. പ്രായം വിഷയമല്ല, उम्र विषय नहीं है. പ്രായം വിഷയമല്ല, उम्र विषय नहीं है. പ്രായം വിഷയമല്ല. उम्र विषय नहीं है. മോശ പറയും 80 വയസ്സ് വിഷയമല്ല ദൈവത്തിന്. मूसा कहता है कितना भी साल हो, ये परमेश्वर के लिए विषय नहीं है. കാലേബ് പറയും 85 വയസ്സ് വിഷയമല്ല. कालेब भी कहता है 85 वर्ष मेरा विषय नहीं है. മോശമൻ സ്തോത്രം യോശുവ പറയും 90 ദൈവത്തിന് വിഷയമല്ല. और यहोशू कहेगा 90 भी परमेश्वर के लिए विषय नहीं है. അബ്രഹാം പറയും 100 ദൈവത്തിന് വിഷയമല്ല. अब्राहम कहेगा 100 वर्ष भी परमेश्वर के लिए विषय नहीं है. ദൈവത്തിന് വിഷയമല്ല. परमेश्वर के लिए विषय नहीं है. നിന്റെ മേൽ ശക്തി വ്യാപരിക്കും. आपके ऊपर वो सामर्थ आ रही है. ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. संदेश बताकर प्रार्थना करूं. ഇതിനകത്തൊരു ഭയങ്കര തീ വ്യാപരിക്കുന്നു. इसके ऊपर एक भयंकर आग आ रही है. पवित्र आत्मा की. ഏയ്, हे, ഹേയ്. ലോകത്തിൽ നിന്ന് എടുക്കാനല്ല, ലോകത്തിൽ നീ ഇരിക്കണം. संसार से उठाए नहीं जाना है, तुझे संसार में बैठ. ഞാൻ ഇവിടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ചില പെട്ടുമരണങ്ങളും ആക്സിഡന്റുകളും ഇന്ന് രാത്രിയിൽ ജനത്തെ വിട്ട് മാറട്ടെ. मैं आत्मा में प्रार्थना कर रहा हूँ. कुछ दुर्घटनाएं, कुछ मृत्युआ लोगों को छोड़कर चली जाए. എന്നോട് ദൈവം പറയുന്നു ജീവൻ കൊടുക്കാൻ പോകുന്നു. ഇവിടെ मुझे परमेश्वर कह रहा है जीवन देने जा रहा है परमेश्वर. ഹാ, ओह, जीवन. ഏയ്, Hey! Rabatabaya, amate. Radabana uठिविरिए. ताली बजा के जोर से. पदाला बनी बंदे. Hey! ഹേ റൈപൂർ, रायपुर. receive. ले ले. ദൈവത്തിന്റെ ജീവൻ സ്വീകരിക്കുക. परमेश्वर के जीवन को ले ले. स्वीकार ले. യേശു പറഞ്ഞു, यीशु ने कहा പിതാവേ पिता, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കരുത്, और इन्हें संसार से उठाना नहीं. ലോകത്തിൽ നിന്ന് എടുക്കരുത്. संसार से उठाना नहीं. ഇവർ ലോകത്തിൽ വേണം. ये संसार में चाहिए. എന്തിനാ? क्यों? എന്നെ വെളിപ്പെടുത്താൻ. और मुझे प्रकट करने के लिए. കേട്ടില്ല? എന്നെ വെളിപ്പെടുത്താൻ. यीशु कहता है मुझे प्रकट करने പിതാവേ के लिए. നിന്നെ വെളിപ്പെടുത്താൻ. पिता तुझे प्रकट करने के लिए. എന്നെ ലോകത്തിന് അറിയത്തില്ല, मुझे संसार जानता नहीं है. നിന്നെ ഈ ലോകത്തിന് അറിയത്തില്ല. मुझे भी संसार नहीं जानता. അതുകൊണ്ട് നമ്മളെ വെളിപ്പെടുത്താൻ ഇവരെ ദൈവത്തിന് हमें വേണം. प्रकट करने के लिए इन्हें परमेश्वर को चाहिए. എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്നെ വെളിപ്പെടുത്താനല്ല, അപ്പനെ വെളിപ്പെടുത്താനാണ്, പുത്രനെ വെളിപ്പെടുത്താനാണ്. അങ്ങനത്തെ ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരട്ടെ. मुझे भी यहाँ खड़ा किया है मुझे प्रकट करने के लिए नहीं, पिता को प्रकट करने और पुत्र को प्रकट करने. ऐसी एक पीढ़ी आ जाए. വ്യക്തികളുടെ വെളിപ്പെടുത്തിയ കാലം മാറി, പ്രസ്ഥാനത്തെ വെളിപ്പെടുത്തിയ കാലം മാറി. ഇനി പുത്രനെയും പിതാവിനെയും വെളിപ്പെടുത്തുന്ന കാലം വെളിപ്പെട്ടു വരികയാണ്. व्यक्तियों को प्रकट करने का समय चला गया. संस्थाओं को प्रकट करने का समय चला गया. अब पिता और पुत्र को प्रकट करने का समय आ गया है. ഇന്ന് രാത്രിയിൽ ഈ ദൂത് ഏറ്റെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാമോ? आज की रात ये संदेश जब आप लेते हैं क्या होगा मालूम है? ഈ ദൂത് നീ ഏറ്റെടുത്തു പോയാൽ, ये संदेश यदि आप ले ले നീ കയറി നിൽക്കുന്നിടത്ത് യേശുവിനെ ജനം കാണും. तो जहां आप खड़े होंगे यीशु को लोग देखेंगे. നീ കയറി നിൽക്കുന്നിടത്ത് പിതാവിനെ കാണും. जहां आप खड़े होंगे वहां पिता को लोग देखेंगे. ഇന്ത്യയിലെ ഗ്രേറ്റ് അപ്പോസ്തലൻ സാധു സുന്ദർ സിംഗ് और भारत का ग्रेट वेरी साधु सुंदर सिंह ഒരിക്കൽ ഇംഗ്ലണ്ടിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നപ്പോൾ രാജാവ് പറഞ്ഞു, ദേ യേശു വരുന്നു. और इंग्लैंड के महल में जाकर खड़ा हुआ. राजा ने कहा देखो यीशु आ रहा है. ദേ യേശു, यीशु ദേ യേശു. यीशु ओ यीशु 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 യേശു, यीशु യേശു മസീഹ് की जोर से बोले यीशु मसीह की. ക്രൈസ്റ്റ് മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുകയാണ്. और यहाँ प्रकटीकरण होने जा रहा है. ക്രിസ്തു വെളിപ്പെടാൻ പോകുകയാണ്. मसीह प्रकट होने जा रहा है. ഏയ്,
നിങ്ങൾക്കൊരു ദൂതുണ്ട്, आपके लिए एक संदेश है, നിങ്ങൾക്കൊരു ദൂതുണ്ട്. आपके लिए एक संदेश है। ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടത് പെണ്ണുങ്ങളാണ്. सबसे ज्यादा सताई बहनें गई है, ഏറ്റവും അധികം വഴിയിൽ തകർത്തത് പെണ്ണുങ്ങളാണ്. सबसे ज्यादा बहनों को रास्ते में तोड़ा गया है, ഏറ്റവും അധികം അപമാനിക്കപ്പെട്ടത് പെണ്ണുങ്ങളാണ്. सबसे ज्यादा बहनें अपमानित हुई है। ദൈവം പകരം തീർക്കും. परमेश्वर बदला लेगा। चल झूठा झेड़े खड़ा हथियार लोगों पे लेके रचाई न करने वाला हमारी सत्य नबी नबी बल खुबनिया पे चढ़िया पे उड़ल भाई दिए रायपुर റായ്പൂരിലെ സഹോദരിമാരെ, रायपुर की बहनें സന്തോഷിക്കുക. आनंदित हो जाए। This is your time. ये तुम्हारा समय है। അറുപത്തിയെട്ട് സങ്കീർത്തനം और भजन संहिता 61 പറയുന്നു, कहता है, 68 സങ്കീർത്തനം പറയുന്നു, 68 भजन कहता है, സുവാർത്ത ദൂതികൾ വലിയൊരു ഗണമാകുന്നു. और सुसमाचारक संदेशवाहक एक बड़ी प्रजा है। ഇന്ത്യയിൽ സ്ത്രീകളുടെ ആർമി എഴുന്നേൽക്കാൻ പോയ സ്ത്രീകളുടെ സൈന്യം എഴുന്നേൽക്കാൻ പോകുന്നു. और बहनों की सेना भारत में खड़ी होने जा रही है। രാത്രിയിൽ ഞാൻ ഓർപ്പിക്കുന്നു, ഇന്ത്യയിലെ ആർമിയിലേക്ക്, ഇന്ത്യയിലെ റിവൈവൽ ആർമിയിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുന്നു. और भारत की रिवाइवल आर्मी में परमेश्वर आपको बुलाता है। Are you ready? हम तैयार हैं। ദൂത് കേട്ടോ. संतोष सुन लो। ആമോസ് പ്രവചനം आमोस 8 വാക്യം പറയുന്നു. സോറി, ഹോശേയ 8:8 होशे 8:8 പറയുന്നു, कहता है, മക്കൾ നഷ്ടപ്പെട്ട തള്ളക്കരടിയെ സൂക്ഷിച്ചോണം, അതിന്റെ അടുക്കലേക്ക് ചെന്നാൽ ചങ്ക കീറിക്കളയുമെന്ന്. और भालू जो है जिसकी संतान मर गई है उसके सामने यदि जाओगे तो फाड़ खाएगा। കേൾക്കുക, सुना नहीं, सुना नहीं। കരടി അങ്ങനെ ആക്രമിക്കുന്ന വലിയ ആക്രമണകാരിയല്ല. और जो भालू होते हैं ज्यादा आक्रमणकारी नहीं होते, എന്നാൽ കരടിയുടെ പിള്ളേരെ ആരെങ്കിലും എടുത്താൽ, लेकिन भालू के बच्चों को यदि कोई उठा ले കരടി പുറകെ ചെന്നവനെ പിടിച്ചിട്ട് അവന്റെ ചങ്ക് കീറിക്കളയും. तो भालू उसके पीछे जाकर उसके सीना फाड़ देती है। ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പെൺകരടികൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. मेरा कहने का मतलब लड़की भालू खड़े होने जा रहे ഞാൻ हैं। വീണ്ടും ആവർത്തിക്കുന്നു, मैं फिर से दोहरा रहा हूँ, സ്ത്രീകളിൽ ഉണർവ് നടക്കാൻ പോകുന്നു. हमें बेदारी आने जा रही है। बेदारी പ്രാർത്ഥിക്കാൻ പോവുകയാണ്. प्रार्थना करने जा रहे हैं। ഈ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ये പോകും. संदेश बोल के प्रार्थना करने जा रहे हैं। ഒന്ന് കേട്ടോണേ. जरा सुन ले। ദൈവം ചെയ്ത ഏറ്റവും വലിയ പരിപാടിയാണ് രക്ഷ. परमेश्वर ने सबसे बड़ा काम किया उद्धार, പക്ഷെ ആ രക്ഷ അറിയിക്കുന്നത് നീയാണ്. लेकिन उद्धार बताने वाला तू है। നമ്മുടെ ഇടയിലൊക്കെ വലിയ കേസുകൾ നടക്കാറുണ്ട്. हमारे बीच में बड़े केस होते हैं। എന്തെങ്കിലും ബലാത്സംഗമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വലിയ വിഷയം വന്നാൽ ഭയങ്കര കേസ് നടക്കും. क्योंकि बलात्कार होते हैं, ऐसे कोई केस, ऐसा कोई समस्या आती है तो बड़े केस होते हैं। പക്ഷെ ഈ കേസ് അന്വേഷിക്കുന്നത് സാധാരണക്കാരൻ, സ്റ്റാർ പോലും ഇല്ലാത്ത പോലീസുകാരായിരിക്കും. लेकिन ये केस को खोजने जो आते हैं वो साधारण लोग हैं जिनके पास सितारा भी नहीं होता, ऐसे पुलिस वाले हैं। ഈ അന്വേഷിക്കുന്ന പോലീസുകാരന്റെ അടുക്കൽ റിപ്പോർട്ടർ വന്ന് ചോദിക്കുക, എന്താ കേസ് എന്ന് പറഞ്ഞാൽ പറയും, അറിയത്തില്ല. और उस पुलिस वाले के पास आकर यदि रिपोर्टर पूछता है क्या है केस तो बोलता है नहीं मालूम, അറിയത്തില്ല. नहीं मालूम। അധ്വാനിക്കുന്നത് മുഴുവൻ ഈ പാവം പിടിച്ച പോലീസുകാരനാണ്. और ये जो काम करने वाला, पूरा परिश्रम करने वाला ये बेचारा पुलिस। എന്നാൽ ആ കേസ് തെളിഞ്ഞു കഴിയുമ്പോൾ, लेकिन जब केस प्रकट हो जाता है മീഡിയ മുഴുവനും तो मीडिया पूरा DGPയുടെ മുമ്പിൽ വരും. डीजीपी के सामने आते हैं। അത് ഡിക്ലെയർ ചെയ്യുന്നത് DGP ആണ്. और वो डीजीपी जो है वो घोषणा करता है।
ഏറ്റവും ഹൈ പൊസിഷനിലുള്ളവരാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത്. सबसे हाई पोजीशन वाले उसकी घोषणा करते हैं. അന്വേഷിച്ചത് പാവം പിടിച്ചവൻ, और जो खोजता है साधारण व्यक्ति, എന്നാൽ ഡിക്ലെയർ ചെയ്യുന്നത് ഏറ്റവും ഉന്നതൻ. लेकिन घोषणा करता है सबसे उन्नत व्यक्ति. എന്നാൽ ഏറ്റവും വലിയ രക്ഷ പുത്രൻ ചെയ്തു. लेकिन सबसे बड़ा उद्धार जो है पुत्र ने किया. ഏറ്റവും വലിയ വലിയ രക്ഷ ദൈവം ചെയ്തു. सबसे बड़ा उद्धार परमेश्वर ने किया. അത് അറിയിക്കാൻ ദൈവം പറഞ്ഞു, ഗബ്രിയേലെ നീ അറിയിക്കണ്ട. उसके लिए परमेश्वर ने कहा गब्रिएल तू मत बता, മിഖായേലെ നീ അറിയിക്കണ്ട. मिखाएल तू मत बता. 7 ഭൂതം ബാധിച്ച മറിയ और 7 दुष्टात्माओं की जकड़ी वो मरियम കല്ലറയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. कब्र के पास रोती रही. ഭർത്താവ് ഉണ്ടോ എന്ന് അറിയത്തില്ല. उसे पता नहीं प्रभु है कि नहीं, പാവപ്പെട്ടവളാണ്, और वो गरीब है, ചരിത്രമില്ല, इतिहास नहीं है, പേരില്ല, वो नाम नहीं है, അവൾ ആരുമല്ല. वो कोई नहीं है, പക്ഷെ അവൾ കല്ലറയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. लेकिन वो कब्र में रोती रही. എനിക്ക് യേശുവിനെ വേണം, मुझे यीशु चाहिए, വീട്ടിലെ യേശുവിനെ വേണം. मुझे यीशु चाहिए. യേശു അവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. यीशु उसके सामने प्रकट हुआ. എന്നിട്ട് പറഞ്ഞു, उसके बाद कहा നീ പോയി പറ. तू जा. നീ പറഞ്ഞ മതി. तू जाके बोल, वो काफी है. അല്ല പത്രോസ്, पतरस നോ നോ നോ. नहीं नहीं नहीं, അപ്പോസ്തലൻ, प्रेरित നോ 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 നോ. नहीं नहीं नहीं, നീ പറഞ്ഞാ മതി. तू काफी है बोलने. ഈ ലോകത്തിന്റെ സിസ്റ്റം വലിയവരെ കൊണ്ട് വലിയ കാര്യം പറയിപ്പിക്കുമ്പോൾ, സ്വർഗീയ സിസ്റ്റം ഏറ്റവും പാവപ്പെട്ടവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ പറയുന്നു. सिस्टम जब बड़े लोगों से बड़ी बातें कहलाता है, तो स्वर्ग का सिस्टम छोटे लोगों से बड़ी बात करवाता है. പ്രാർത്ഥിക്കാൻ പോകും, പ്രാർത്ഥിക്കാൻ പോകും. करने जा रहे हैं. മറിയ പറഞ്ഞു, मरियम ने कहा നീ പറഞ്ഞാ മതി. तू कह दे, ഞാൻ പാവപ്പെട്ടവളല്ലേ, मैं तो बेचारी हूँ, എനിക്ക് ആരുമില്ലാത്തവളല്ലേ. तो कोई नहीं है. യേശു പറഞ്ഞു, നീ പറഞ്ഞാ മതി. उसने कहा तू कह दे. ഇന്ന് രാത്രി ഈ ദൂത ഇവിടെ ഇറങ്ങി നിൽക്കുന്ന, आज की रात ये संदेश यहाँ पर खड़ा. നീ പറഞ്ഞാൽ മതി. तू कहना काफी, तू ही कह दे. ഏറ്റെടുത്തില്ല, ഏറ്റെടുത്തില്ല. ഒരിക്കലും ध्यान नहीं किया, एक बार और बोल रहे हैं. നീ പറഞ്ഞാൽ മതി. तेरा ही बोलना काफी है. നീ പറഞ്ഞാൽ മതി. तेरा बोलना काफी है. നീ പറഞ്ഞാൽ മതി. तेरा बोलना काफी है. നിങ്ങൾക്കറിയാമോ, आपको मालूम है ആദ്യത്തെ ഇവാഞ്ചലിസ്റ്റ് पहली इवांजलिस्ट അത് പാവം പിടിച്ചൊരു മറിയയാണ്. और वो एक मरियम थी, गरीब मरियम थी. ഇന്ന് രാത്രി ദൈവം പറയുന്നു, आज की रात्रि परमेश्वर कह रहा है ഇതുപോലെ वैसा ही ആദ്യത്തെ അമേൻ ഇവാഞ്ചലിസ്റ്റ്, അമേൻ സ്തോത്രം, മറിയെ പോലെ ഈ എൻഡ് ടൈമിലെ റിവൈവലിസ്റ്റ് നീയാണ്. और अंतिम समय, उस समय की मरियम जो थी बेदारी वाली थी, वैसे इस समय की बेदारी वाले तू है. കൈകളെ ഉയർത്തി അത് സ്വീകരിച്ച് ऊंचा करके लपक के पकड़ ले. हाथों को पकड़ के लपक के स्वीकार ले. കൈകളെ उयർത്തി हाथों को ऊंचा करके लपक के स्वीकार ले. लमन सुनाई न दिक्कत छबरेगा लगा बनेगा. സ്വീകരിക്കുക, അത് സ്വീകരിക്കുക. स्वीकार ले, स्वीकार ले. എല്ലാവരും ദിവസം എഴുന്നേറ്റോ. सब एक परमेश्वर के उपस्थिति में खड़े हो जाए. ഇവിടെ ഒരു വലിയ 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 സുവിശേഷത്തിന്റെ ആത്മാവ് കത്തുന്നു. एक बड़ा सुसमाचार की आत्मा ज्वलित होने पाए. നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെ രക്ഷിക്കപ്പെടാനുണ്ടോ അവർ മുഴുവൻ രക്ഷിക്കപ്പെടാൻ പോവാം. आपके परिवार में जो भी बचने वाले हैं सब बचने जा रहे हैं. आमीन. ഇവിടുത്തെ എല്ലാ ഗ്രൗണ്ടുകളും ആരാധനാലയങ്ങളാകാൻ പോവുകയാണ്. यहाँ के सारे मैदान आराधनालय में बदलने जा रहे हैं. ഞങ്ങൾ ഇത് ഡിക്ലെയർ ചെയ്യുക, ഹോളി സ്പിരിറ്റ് ഇറങ്ങി ചെയ്യുന്നു. आज हम घोषणा करते ही पवित्र आत्मा उस काम को कर लेगा. കൈകളെ ഉയർത്തിക്കോ, കൈകളെ ഉയർത്തിക്കോ. हाथ को ऊंचा करें, हाथ को ऊंचा करें. हाथों को ऊंचा करें.
ഇവാഞ്ചലിസം ദൈവം ഓപ്പൺ ആക്കുന്നു. महान सुसमाचार प्रभु यहाँ खोल रहा है. परमेश्वर की सेवा के लिए समर्पण करते हैं. आज की रात्रि कितने लोग हाथ ऊपर करें? എത്ര പേർ ഒരു വലിയ റിവൈവലിനായി സമർപ്പിക്കുന്നു? कितने लोग एक बड़ी बेदारी के लिए समर्पण करते हैं? നിങ്ങളിലൂടെ ദൈവം അത് ചെയ്യാൻ പോയി. परमेश्वर आपके द्वारा उस करने का. ഞാൻ വേറെ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല. കൈകൾ ഉയർത്തിക്കോ. मैं और कुछ दूसरा प्रार्थना नहीं कर रहा हूँ. अपने हाथों को ऊंचा कर ले. നീ ഒറ്റയ്ക്കല്ല. तू अकेला नहीं है. ഞാനോ ലോക അവസാനത്തോളം यीशु मसीह कहता जगत के अंत तक എല്ലാ നാളും हर हमेशा നിന്നോട് കൂടെയുണ്ട്. सदैव तेरे साथ हूं. നിന്നോട് കൂടെയുണ്ട്. सदैव तेरे साथ. കൈകൾ ഉയർത്തിക്കോ. हाथ ऊंचा करे. ഞാൻ ഈ വാക്ക് പറയുന്നു. मैं ये वचन जब बोल रहा हूँ, ഇനി നിന്റെ കൈ യേശുവിന്റെ കൈയാണ്. अब तेरा हाथ यीशु का हाथ है. നിന്റെ കണ്ണുകൾ യേശുവിന്റെ तेरी കണ്ണ്. आंखें यीशु की आंखें. നിന്റെ നാവ് യേശുവിന്റെ तेरी നാവ്. जुबान यीशु की जुबान है. കൈകളെ ഉയർത്തി हाथ को ऊंचा करके അപ്പാ, ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. इस लोगों के लिए प्रार्थना करते हैं. യേശുവിന്റെ കൂടെ, യേശുവിന്റെ കൂടെ यीशु के साथ നിന്നെ ഒരിടത്തും കൈവിടത്തില്ല. और ये नहीं छोड़ेगा. കൈ ഉയർത്തിക്കോ. കൈ ഉയർത്തി. हाथ ऊंचा रखे. हाथ ऊंचा रखे. രണ്ട് കൈകൾ ഉയർത്തിക്കോ. दोनों हाथों को ऊंचा रखे. ഈ കൈകളെയാണ് ദൈവം ഉണർവിനായി ഉപയോഗിക്കാൻ പോകുന്നത്. इन हाथों को परमेश्वर बेदारी के लिए इस्तेमाल करने जा. കൈ ഉയർത്തിക്കോ. കൈ ഉയർത്തിക്കോ. हाथ को ऊंचा रखे. ഈ കൈകളിലെല്ലാം അഭിഷേകം. इन हाथों में अभिषेक. ഇന്ത്യയിൽ ഒരു അപ്പോസ്തലനുണ്ടായിരുന്നു, ഡി.ജി.എസ്. ദിനകരൻ. भारत में एक प्रेरित थे डी.जी.एस. दिनकरन जी. ഇന്ത്യയിൽ ഒരു അപ്പോസ്തലനുണ്ടായിരുന്നു, സാധു സുന്ദർ സിംഗ്. और भारत में एक प्रेरित थे साधु सुंदर सिंह. അടുത്തത് നീയാണ്. अगला तू है. ഇന്ത്യയിൽ ഒരു അപ്പോസ്തലനുണ്ടായിരുന്നു, भारत में एक प्रेरित था. അത് പണ്ഡിത് രമാഭായി ആയിരുന്നു. पंडित रमाबाई थी. റായ്പൂരിൽ ഒരു അപ്പോസ്തലനുണ്ടായിരുന്നു, रायपुर में एक प्रेरित था. അത് സാമുവൽ പാസ്റ്റർ ആയിരുന്നു. डॉक्टर पी.एस. श्यामल जी थे. നെക്സ്റ്റ് നീയാണ്. अगला तू है. കൈ ഉയർത്തിക്കോ. കൈ ഉയർത്തി. हाथ को ऊंचा करे. ऊंचा करे. തീ ഇറങ്ങും. തീ. पवित्र आत्मा की अग्नि उतर रही है. മോളെ കൈകൾ ഉയർത്തിക്കോ. हाथ को ऊंचा करे बच्चे. ആടിയനിതാ. मैं
കർത്താവിന് നന്ദി. और प्रभु ने मुझे यहाँ भेजाने को लाया इसलिए धन्यवाद। 2024 സഭ ഈ ദേശത്ത് വെളിപ്പെട്ടു വരികയാണ്. ദൈവത്തിന് നന്ദി. 2024 में कलीसिया इस देश में प्रकट होकर आ रही है प्रभु। ദൈവമഹത്വത്തെ ചുമക്കുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തതിനായി അങ്ങേക്ക് നന്ദി. परमेश्वर की महिमा के लिए परमेश्वर ने आपको चुना है इसलिए धन्यवाद। കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങ് പകർന്ന വലിയ ദൈവകൃപയ്ക്കായി അങ്ങേക്ക് സ്തോത്രം जब ചെയ്യുന്നു. आज की रात्रि जो मुझे बड़े अनुग्रह को दिया इसलिए धन्यवाद। 7 ദിവസങ്ങളിലും തിരു സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ പകർന്നതിനായി നന്ദി. और 7 दिन तक परमेश्वर मेरी उपस्थिति की छाप में रखा इसलिए धन्यवाद। അവിടുത്തെ മക്കൾ ഒരു തീയായി ദൈവം പറഞ്ഞയക്കിയാൽ സ്തോത്രം. प्रभु तो एक ने अग्नि बनाकर भेज रहा है इसलिए धन्यवाद। ദൈവശക്തിയായി ദേശത്തിന് നടുവിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ജനത്തെ അഭിഷേകം ചെയ്തതിനായി സ്തോത്രം. परमेश्वर के सामर्थ के साथ इस देश में चलने के लिए परमेश्वर अपने लोगों को आशीष दिया इसलिए ഒരു धन्यवाद। മഹത്വത്തെ ചുമക്കുന്ന ഒരു തലമുറയെ റായ്പൂരിൽ അങ്ങ് ജനിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. महिमा को ढोने वाली एक पीढ़ी को इस रायपुर में पैदा किया इसलिए धन्यवाद। നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. और प्रभु हम तेरा धन्यवाद करते हैं। ഞങ്ങളുടെ ഭാരതദേശത്തിൻ്റെതായി हमारा भारत यीशु मसीह का है। ഗ്രേറ്റ് കമ്മീഷന് വേണ്ടി ഒരു കൂട്ടം ജനത്തെ റായ്പൂരിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചതിനായി നന്ദി പറയും. महान आदेश के लिए रायपुर से प्रभु एक छोटे को परमेश्वर ने उठाया इसलिए धन्यवाद। അവിടുത്തെ ശക്തികളുടെ മേൽ പകർന്നതിനായി സ്തോത്രം प्रभु ചെയ്യും. जी आपने सामर्थ को मिला इसलिए धन्यवाद। മഹത്വം അങ്ങേക്ക് महिमा आपको मिलने पाए। യേശുവിൻ നാമത്തിൽ.